നമസ്കാരം. ഈ ഇലക്ഷൻ സമയമൊക്കെ വരുമ്പോൾ പലരുടെയും തനിനിറം പുറത്താകാറുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ. ഇപ്പോൾ SDPI എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര രാഷ്ട്രീയ മുഖമായ പാർട്ടിയുടെ തനിക്കൊണമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ ഇവർ LDFുമായി കൂട്ടുകച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഗ്രസുമായി കൂട്ടുകച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട്, ലീഗുമായിട്ട് കൂട്ടുകച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വേള BJP എന്ന പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ടും ഇവർ കൂട്ടുകച്ചവടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയമാണ്. കൂട്ടുകച്ചവടവും മുന്നണിയും ഒക്കെ തന്നെ നടക്കട്ടെ. ഇവർ ഒരു മതവർഗീയതയും അല്ലെങ്കിൽ മതഭീകരതയും ഒക്കെ തന്നെ മതരാഷ്ട്രവാദവും ഒക്കെ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPI. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവർക്കും അറിയാം. അപ്പം അവർ ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ പലയിടത്തായി തിരഞ്ഞു പിടിച്ച് മത്സരിപ്പിക്കുന്നതിന്റെ വിശദമായ റിപ്പോർട്ട് DNA ന്യൂസ് നേരത്തെ നൽകിയിരുന്നു. ഒരുപാട് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അടക്കം ഉള്ള അവരുടെ വിശദമായ റിപ്പോർട്ടാണ് നൽകിയത്. ഏതാണ്ട് 40-ലധികം പേർ ഉണ്ട് ആ ഒരു പട്ടികയിൽ, അതിൽ കൂടുതൽ പേരുണ്ട്. ഇപ്പോൾ ഈ SDPI സ്ഥാനാർത്ഥികൾ 2 പേരുടെ ലിസ്റ്റ്, അതായത് 2 മത്സരാർത്ഥികൾ സ്ത്രീകളാണ്. അവരുടെ ചിത്രം സഹിതമുള്ള പോസ്റ്റർ ഒരു സുഹൃത്ത് അയച്ചു തന്നു. ഇതിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിമ്മി ഫെഡറിക് എന്നാണ്. നിമ്മി ഫെഡറിക്, അത് ഫെഡറിക് എന്നെഴുതിയ മലയാള ഭാഷ തെറ്റാണ്. SDPI സ്ഥാനാർത്ഥി, അതായത് ചളിക്കവട്ടം 47-ാം ഡിവിഷൻ SDPI സ്ഥാനാർത്ഥി നിമ്മി ഫെഡറിക്കിനെ വിജയിപ്പിക്കുക. നല്ല മനോഹരമായിട്ട് തട്ടവും ഹിജാബും ഒക്കെ ധരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിമ്മിയെ നമുക്ക് കാണാം. എന്നിട്ട് ഇതിന്റെ തലക്കെട്ട് വിവേചനമില്ലാത്ത വികസനത്തിന് എന്നാണ്. SDPI അടുത്ത ചിത്രം SDPI സ്ഥാനാർത്ഥി, ഇത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡ് SDPI സ്ഥാനാർത്ഥി വേണി കൃഷ്ണയെ വിജയിപ്പിക്കുക, കന്നഡ അടയാളത്തിൽ വിജയിപ്പിക്കുക. ഈ സ്ത്രീയും ഹിജാബ് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. വിവേചനമില്ലാത്ത വികസനത്തിന്. ഇതില് ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്. സ്ഥാനാർത്ഥി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആകട്ടെ, SDPIക്ക് ഹിജാബ് നിർബന്ധം എന്നുള്ളതാണ്. ഇത് SDPIയുടെ കടന്നുകയറ്റമല്ലേ, രാഷ്ട്രീയത്തിലേക്കുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കടന്നുകയറ്റം എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. ഇത് മതപരമായ കടന്നുകയറ്റമാണ്. ഇത്തരത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മുസ്ലിം ആക്കി മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അഭിനയിപ്പിച്ച് തുടർന്ന് ഇവരുടെ അജണ്ട നടപ്പിലാക്കുന്ന, ഇവരുടെ മതരാഷ്ട്രവാദവും ഇവരുടെ മതവർഗീയതയും ഒക്കെ അജണ്ടകളാക്കി നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് എന്ന് വേറെ തെളിവുകളൊന്നും വേണ്ട. ഇതുപോലെ ധാരാളം സ്ത്രീകളെ, ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ ഇതുപോലെ തട്ടമടിപ്പിച്ച് പോസ്റ്റർ പ്രിന്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ SDPIയുടെ ലേബലിൽ മത്സരിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഇതുപോലെ തട്ടമടിപ്പിച്ചും ഹിജാബ് ധരിപ്പിച്ചുമാണ് ഫോട്ടോ എടുത്ത് പോസ്റ്റർ അച്ചടിച്ച് ഒട്ടിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഇത് ഏത് തരത്തിലുള്ള കടന്നുകയറ്റമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മതസ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മതസ്വാതന്ത്ര്യം മതവർഗീയതയും മതഭീകരതയും ആക്കി മാറ്റുന്ന ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും കേരളത്തിന് പ്രതികൂലമായി തന്നെ വരും. കേരളത്തിന്റെ മതേതര സ്വഭാവമുള്ള സമൂഹത്തിന് ഇത് തിരിച്ചടിയാണ്. ഇവിടെ ഇത്തരത്തിൽ ഇടപെട്ട് കടന്നുകയറി സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി വാഗ്ദാനങ്ങൾ നൽകിയൊക്കെ തന്നെ ഈ മതഭീകരവാദം ഇവിടെ മറ്റു മതങ്ങൾക്കിടയിലും മതവിശ്വാസികൾക്കിടയിലും വളർത്തിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. PFI നിരോധിച്ചെങ്കിലും ഇവർ ഇവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇവർ അതിഭീകരമായ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ചുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മറ്റ് മതവിഭാഗങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് തങ്ങളെ എതിർക്കുന്നവരെ വെട്ടിമാറ്റിക്കൊണ്ട് ഒക്കെ തന്നെയാണ് ഈ മതഭീകരവാദികൾ ഇവിടെ അതിശക്തമായി വേരൂന്നിക്കൊണ്ടിരിക്കുന്നത് എന്ന ഭീകരമായ സത്യം കേരള ജനത മനസ്സിലാക്കണം എന്നുള്ള കാര്യം ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടണം. ഇത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇവർ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മതഭീകരതയിലേക്ക്, മതരാഷ്ട്രവാദത്തിലേക്ക് കേരളത്തെ കൈ പിടിച്ച് ഉന്തിത്തള്ളി കൊണ്ടുപോവുകയാണ് നിർബന്ധപൂർവ്വം. ആർക്കും ഏത് മതവും സ്വീകരിക്കാനും മതം സ്വീകരിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാലും അതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് മതഭീകരവാദം എന്ന ഒറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ട്
മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI എന്നുള്ള കാര്യം അറിയാമെങ്കിലും ഇവിടുത്തെ ഇടതിനും വലതിനും മിണ്ടില്ല. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും NIA അടക്കമുള്ള ഏജൻസികളും കാര്യമായി തന്നെ ഇടപെട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത്. ഇവർ ഈ അണിയറയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്തു കൂട്ടുന്നത്, എന്തൊക്കെ പരിപാടികളായിരിക്കും പ്ലാൻ ചെയ്യുന്നത് എന്ന കാര്യം കൂടി തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും ചവിട്ടി പുറത്താക്കേണ്ടതുണ്ട്.